എല്ലാ കണ്ണുകളും ബീഹാറിൽ. പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഒടുവിൽ നിതീഷ് കുമാർ ഇന്ന് രാജിവെച്ച് എൻഡിഎക്ക് ഒപ്പം ചേർന്ന് പുതിയ സർക്കാർ രൂപീകരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഇന്ന് പട്നയിൽ എത്തും. വിവരങ്ങളുമായി എച്ച്.വി. നന്ദകുമാർ ആണ് ചേരുന്നത്. നന്ദകുമാർ, ഇപ്പോഴും നിതീഷ് കുമാർ വ്യക്തമാക്കിയിട്ടില്ല എന്താണ് തന്റെ ഭാവി പരിപാടികൾ എന്ന്. പക്ഷേ ബിജെപിയുടെ വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ എത്തുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒരുപക്ഷെ ബീഹാറിലേക്ക് എത്തിയേക്കുമെന്ന് സൂചനകളുണ്ട്. തീർച്ചയായും അഭിലാഷ്, പ്രധാനമായും ബീഹാറിൽ നടക്കുന്ന രാഷ്ട്രീയ സാഹചര്യം രാജ്യം ഉറ്റുനോക്കുകയാണ്. പ്രധാനമായും ബീഹാറിൽ നിതീഷ് കുമാറിന്റെ മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ബിജെപിയുടെ നേതൃയോഗവും കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗവും അടക്കം നടക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഒരു സാഹചര്യം മുൻനിർത്തി തന്നെയാണ് ഇന്ന് പട്നയിലേക്ക് ബിജെപി സംസ്ഥാന അധ്യക്ഷനടക്കം നേരിട്ടെത്തിക്കൊണ്ട് ബിജെപിയുടെ കേന്ദ്ര നേതാക്കളും എത്തുകയും കൂടുതൽ ചർച്ചകൾ സജീവമാവുകയും ചെയ്യുന്നത്. എന്നാലും ഈ വിഷയത്തിൽ ഇതുവരെ നിതീഷ് കുമാറിന്റെ പ്രതികരണം വന്നിട്ടില്ല. നിതീഷ് കുമാറിന്റെ ഈ ഒരു കൂടുമാറ്റം ഇതാദ്യമായല്ല നടക്കുന്നത്. എന്നാലും എൻ.ഡി.എ സഖ്യം വിട്ടതിന് ശേഷം വീണ്ടും എൻ.ഡി.എയിലേക്ക് തന്നെ എത്തി ബിജെപിയുമായി സഹകരിച്ച് അവിടെ ഒരു സർക്കാർ ഉണ്ടാക്കി വീണ്ടും മുഖ്യമന്ത്രിയാകാനുള്ള നിതീഷ് കുമാറിന്റെ ആ ഒരു നീക്കം വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ ആർ.ജെ.ഡി അടക്കമുള്ള പാർട്ടികളും നോക്കിക്കാണുന്നത്. എന്തായാലും കൂടുതൽ അസംതൃപ്തിയുള്ള നേതാക്കളെ കൂടെ നിർത്തി ആർ.ജെ.ഡി എന്തായാലും നിതീഷ് കുമാറിന്റെ ഈ ഒരു ചുവടുമാറ്റത്തെ പ്രതിരോധിക്കാൻ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. അത് മാത്രമല്ല, ബീഹാറിന്റെ ചുമതലയുള്ള ബിജെപിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ ഇപ്പോഴും ബീഹാറിൽ തുടരുകയാണ്. പാർട്ടി എംപിമാരുമായും എംഎൽഎമാരുമായും നിരന്തരം യോഗം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരെയുണ്ട്. എന്തായാലും ഒരു പ്രത്യേക ഫോർമുല തയ്യാറാക്കിയാണ് ബിജെപിയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിതീഷ് കുമാറും ഒരു പുതിയ എൻ.ഡി.എ സർക്കാരുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും 2 ഉപമുഖ്യമന്ത്രിമാരെയാണ് ബിജെപിക്ക് നൽകുക. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകും. 2025 നിതീഷ് കുമാറിന് എൻ.ഡി.എ കൺവീനറായുള്ള പദവി നൽകാമെന്നും ഈ ഒരു ഫോർമുലയിൽ പറയുന്നുണ്ട്. എന്തായാലും രാജ്യം തന്നെ ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. അഭിലാഷ്, നന്ദൻ, ഇതിൽ എൻ.ഡി.എയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണിയിൽ വളരെ കൃത്യമായി വിള്ളൽ വീഴ്ത്താൻ കൂടി സാധിക്കുന്നു എന്നതാണല്ലോ നേട്ടമായി മാറുന്നത്. ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തുണ്ടായിരുന്ന നേതാക്കളിൽ ഒരാളാണ് നിതീഷ് കുമാർ. വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ മമതാ ബാനർജിയെ പോലെയുള്ളവർ നേരത്തെ തന്നെ പശ്ചിമ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പഞ്ചാബിൽ AAP ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഭഗവത് മാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നിതീഷ് കുമാർ കളം മാറുന്നത്. ഇനിയിപ്പോൾ ഈ ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി എന്ത് എന്ന് ചോദ്യം ഉയരുമ്പോൾ ന്യായ് യാത്ര ഒരു ഭാഗത്തു കൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത്തരം പ്രതികരണങ്ങൾ ഏതെങ്കിലും കോണുകളിൽ നിന്ന് വന്നിട്ടുണ്ടോ? അഭിലാഷ്, പ്രധാനമായും ഈ ബിജെപിയുടെയും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിന്റെ നീക്കങ്ങളെ ചെറുക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു ശ്രമം. അതിന് ബദലായി തന്നെയാണ് ഇപ്പോൾ നിതീഷ് കുമാറുമായി ഇടഞ്ഞു നിൽക്കുന്നതും അതോടൊപ്പം തന്നെ അസംതൃപ്തിയുള്ള എംപിമാരെയും എംഎൽഎമാരെയും കൂടെ കൂട്ടാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ആർ.ജെ.ഡിയും കോൺഗ്രസും നടത്തുകയും ചെയ്യുന്നത്. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ തേജസ്വി യാദവ് വിളിച്ച യോഗത്തിൽ എംഎൽഎമാരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഫോണുകൾ ഓഫ് ചെയ്യരുതെന്നും ഈ നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു. പ്രധാനമായും ഈ മഹാസഖ്യത്തിനോടൊപ്പമുള്ള എംഎൽഎമാർ ഇപ്പോൾ എന്നാലും കർശന നിരീക്ഷണത്തിലാണ്. നിതീഷ് കുമാറിനോട് ഇടഞ്ഞ് അടുത്തിടെ എൻ.ഡി.എയിലെത്തിയ ജിതിൻ റാം മാഞ്ചിയെ ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തിക്കാനും ശ്രമം നടക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മാഞ്ചിയുമായി സംസാരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. എന്തായാലും നീക്കങ്ങൾ വിജയിച്ചാലും കേവല ഭൂരിപക്ഷമായ 122 കടക്കാൻ എന്തായാലും കോൺഗ്രസിന് പാടുപെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ഇന്ത്യ മുന്നണിയിൽ രാഹുൽ ഗാന്ധി എടുത്ത നിലപാടുകളാണ് നിതീഷ് കുമാറിനെ ചൊടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചുവടുമാറ്റം നടത്താൻ നിതീഷ് കുമാർ തയ്യാറായിട്ടുള്ളത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും തന്ത്രപൂർവ്വം കോൺഗ്രസിലെയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ജെഡിയോടൊപ്പം നിൽക്കുന്ന നേതാക്കളെ ഒപ്പം നിർത്തി വീണ്ടും മുന്നണി സജീവമാക്കാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു തീരുമാനം. ആർ.ജെ.ഡി ഉൾപ്പെടെയുള്ള പാർട്ടികൾ നേരത്തെ യോഗം ചേരുകയും തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ അനുഭാവികളുടെ യോഗം ചേരുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. ഈ ബീഹാറിൽ നിന്നുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങൾ എന്താണ്?
അഭിലാഷ്, എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ പ്രതിപക്ഷം അതോടൊപ്പം തന്നെ ഈ നിതീഷ് കുമാറിനോട് ഇടഞ്ഞു നിൽക്കുന്ന മറ്റ് MLA-മാരടക്കം എന്തായാലും ചുവടുമാറ്റം നടത്താതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നത്. എന്തായാലും ഏത് സാഹചര്യത്തെ നേരിടുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും RJD-യും കോൺഗ്രസും അതിനുവേണ്ടിയുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി തന്ത്രപൂർവ്വം NDA-യിലേക്ക് നീങ്ങാനൊരുങ്ങുന്ന നിതീഷ് കുമാറിന് തടയിടാൻ തന്നെയാണ് MLA-മാരെ കൊണ്ട് രാജിവെപ്പിക്കാനും ഒരു ആലോചനയും ഇപ്പോൾ RJD-യും കോൺഗ്രസും നടത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യം തന്നെ ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം ഉറ്റുനോക്കുകയാണ്. ഇന്ത്യ മുന്നണി അടക്കം തകരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ശ്രമങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നത്. കോൺഗ്രസിന്റെ അടക്കം മല്ലികാർജ്ജുന ഖാർഗെ കഴിഞ്ഞ ദിവസം ബീഹാറിലേക്ക് എത്തുമെന്നടക്കമുള്ള സൂചനകളടക്കം നൽകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതോടൊപ്പം തന്നെയാണ് മമതയും ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തായിരിക്കും നിതീഷ് കുമാറിന്റെ അടുത്ത നീക്കം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രധാനമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJP വലിയ തോതിൽ ഒരു ഭാഗത്തുനിന്ന് സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു മുന്നണി തന്നെ തകരാതിരിക്കാനുള്ള ശ്രമം ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണിക്ക് വലിയൊരു അടി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഇന്ത്യ മുന്നണി കടക്കുമ്പോൾ എന്താകും ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്നതാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത്. അഭിലാഷ്, ബീഹാറിന്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ ഒട്ടും പുതുമയുള്ള ഒന്നല്ല ഇത്. നിതീഷ് കുമാർ ഇതിനു മുമ്പ് പലതവണ അങ്ങനെ വിവിധ മുന്നണികളുടെ ഭാഗമായിട്ടുണ്ട്. അധികാരത്തിൽ ഇരിക്കെ തന്നെ മറ്റ് സഖ്യങ്ങളുമായി കൈകോർത്തുകൊണ്ട് ഭരണത്തിൽ ഏറിയ ചരിത്രമുണ്ട്. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുകയും ഇന്ത്യ മുന്നണി എന്ന സഖ്യം രൂപീകരിച്ചുകൊണ്ട് BJP-യെ നേരിടാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നതിനിടയിൽ വീണ്ടും നിതീഷ് കുമാർ NDA-യുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പാർട്ടികൾ മാഞ്ചിയെ അടക്കം മുന്നിൽ നിർത്തിക്കൊണ്ട് ആവാസ് പാർട്ടിക്ക് അവസരം നൽകിക്കൊണ്ട് ഇതിനെ തടയിടാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അതൊന്നും ജിതിൻ റാം മാഞ്ചിയെ നേതൃത്വത്തിൽ മറ്റൊരു ഫോർമുല രൂപീകരിച്ചുവെങ്കിലും അതൊന്നും ഇപ്പോൾ വിജയിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് ഇന്ന് വിരാമമായേക്കും. അതേസമയം തന്നെയാണ്